ഹായ് സ്റ്റുഡൻസ്, 11ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററായ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിലെ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് ദെയർ മെഷർമെന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത്. പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടല്ലേ നമ്മുടെ കെമിക്കൽസിന്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ടേസ്റ്റ്, കളർ, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഡെൻസിറ്റി. ഇവയെല്ലാം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദോസ് പ്രോപ്പർട്ടീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് without change the identity or the composition of the substance. മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഒക്കെ നമുക്ക് ഓരോ വസ്തുക്കളുടെയും കണക്കാക്കാൻ പറ്റും. അത് ഫിസിക്കൽ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ അസിഡിറ്റി. ഒരു വസ്തു ആസിഡാന്ന് പറയും. അതുപോലെ വേറൊരു വസ്തുവിന് ബേസിക് പ്രോപ്പർട്ടി, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ ബേസിക് ആണെന്ന് പറയും. ഇതെല്ലാം ആ വസ്തുക്കളുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. അതുപോലെ കമ്പസ്റ്റബിലിറ്റി, റിയാക്ടിവിറ്റി, ഇതെല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദോസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓൺലി ബൈ കെമിക്കൽ റിയാക്ഷൻ. ആ സബ്സ്റ്റൻസ് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി നമുക്ക് വെളിപ്പെടുത്തുള്ളൂ. This can be observed just by touching or viewing the substance. നമുക്ക് ഒന്ന് തൊട്ടാലോ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തുകൊണ്ടോ ഈ കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് വെളിപ്പെടുത്തില്ല. കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ ദോസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഓൺലി ബൈ കെമിക്കൽ റിയാക്ഷൻ. എക്സാമ്പിൾ അസിഡിറ്റി, ബേസിറ്റി, കമ്പസ്റ്റബിലിറ്റി, റിയാക്ടിവിറ്റി, ഇതെല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. നമ്മുടെ കെമിസ്ട്രി സ്റ്റുഡൻസ് ആകുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടി, എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നൊക്കെ. നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിനെ പറ്റിയാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി. എനി മെഷറബിൾ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഏത് വസ്തുവിനെ നമുക്ക് അളക്കാൻ പറ്റുന്നു. Any measurable quantity is called a physical quantity. Physical quantity is of two type. First one, fundamental quantity. അല്ലെങ്കിൽ അതിനെ ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയാം. ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം. അടുത്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. ഫിസിക്കൽ ക്വാണ്ടിറ്റിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി? ബേസ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ പറയാം. ലെന്ത്, മാസ്, ടൈം ഒക്കെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറയും. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ് ലെന്ത്, അതുപോലെ മാസ്, ടൈം. ഇനി ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ നിന്നാണ് നമുക്ക് അടുത്ത ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ടാകുന്നത്. ഡിറൈവ്ഡ്, ഇറ്റ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പീഡ്, ഏരിയ, വെലോസിറ്റി, അതെല്ലാം ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. ഇവിടെ മെയിൻ ആയിട്ട് 7 ടൈപ്പ് ഫണ്ടമെന്റൽ യൂണിറ്റ് ആണുള്ളത്. 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, അതാണ് ബേസ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ഇൻഡിപെൻഡന്റ് ഓഫ് അതർ ഫിസിക്കൽ ആൻഡ് ആർ നോട്ട് യൂഷ്വലി ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. 7 എണ്ണമാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഉള്ളത്. ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ലെന്ത്. ലെന്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. അതിന് സിമ്പൽ എം. അതുപോലെ അടുത്ത ക്വാണ്ടിറ്റിയാണ് മാസ്. മാസ് എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. നിങ്ങൾക്കറിയാം കിലോ എന്ന് പറഞ്ഞാൽ 1000 ആണ് അല്ലെ, 1000 ഗ്രാം. സിമ്പല് kg. ടെമ്പറേച്ചർ എന്ന ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ് കെൽവിൻ. അത് സിമ്പൽ കെ. ടൈം, സെക്കൻഡ് ആണ് അതിന്റെ യൂണിറ്റ്, അതിന്റെ സിമ്പൽ ആണ് എസ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ബേസിക് ക്വാണ്ടിറ്റി, അതിന്റെ യൂണിറ്റ് ആണ് മോൾ. മോൾ.
അതിന്റെ സിമ്പിൾ MOL. ഇതിനെ ഓർക്കുക. ലൂമിനസ് ഇന്റൻസിറ്റി ആണ് അടുത്ത ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ യൂണിറ്റ്. അതിന്റെ യൂണിറ്റ് ആണ് കാൻഡില. CD എന്നാണ് അതിന്റെ സിമ്പിള്. ഇലക്ട്രിക് കറന്റ് ആണ് ഏഴാമത്തെ ഫണ്ടമെന്റൽ യൂണിറ്റ്. അതിന്റെ യൂണിറ്റ് ആണ് ആംപിയർ. അതിന്റെ സിമ്പിള് നമ്മൾ A എന്ന് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നിങ്ങൾ ഫിസിക്സിൽ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അടുത്ത ടൈപ്പാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് whose defining operations are based on other physical quantities. അതായത് നമ്മുടെ ബേസ് ആയിട്ടുള്ള യൂണിറ്റ്സിനെ ആശ്രയിച്ചുള്ളതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്. അതായത് സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അത് നമുക്ക് എങ്ങനെയാണ് സ്പീഡ് കണക്കാക്കുന്നത്? ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഡിസ്റ്റൻസ് നമുക്ക് അതിന്റെ യൂണിറ്റ് എന്താ? ഡിസ്റ്റൻസ് ബൈ ടൈമിന്റെ യൂണിറ്റ് എടുക്കുകയാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ ആക്സിലറേഷൻ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ എങ്ങനെയാണ് കണക്കാക്കുന്നത്? വെലോസിറ്റി ബൈ ടൈം ആകുമ്പോൾ അതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫോഴ്സ് അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. കിലോഗ്രാം പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിന്റെ യൂണിറ്റ്. എനർജി എന്താണ്? എനർജി നമുക്ക് എങ്ങനെ കണക്കാക്കാം? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അന്നേരം യൂണിറ്റ് അതിന്റെ കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൺ മീറ്റർ. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജൂൾ എന്നുള്ളത്. അന്നേരം നിങ്ങൾ ഇതൊക്കെ ഓർത്തിരിക്കുക. നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴും പല കാര്യങ്ങൾ ഡിറൈവ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇതിന്റെ യൂണിറ്റുകളൊക്കെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സിമ്പിൾ Q ആണ്. എങ്ങനെയാണ് ചാർജ് കണ്ടുപിടിക്കുന്നത്? കറന്റ് ഇൻറ്റു ടൈം ആണ്. അതിന്റെ യൂണിറ്റ് നമ്മൾ കൂളോം എന്നാണ് പറയുന്നത്. പലതരത്തിലുള്ള യൂണിറ്റ്സ് ഉണ്ട്. സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. അതിനകത്ത് ഇതൊക്കെ നമുക്കൊന്ന് നോക്കിപ്പോകാം കേട്ടോ. നമുക്ക് ഇത് കാണാതെ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. CGS സിസ്റ്റം ആദ്യമായിട്ട് വന്ന ഫ്രാൻസിൽ നിന്നാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെന്റിമീറ്റർ, ഗ്രാം ആൻഡ് സെക്കൻഡ്. CGS എന്ന് പറഞ്ഞാൽ എന്താണ്? സെന്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ് ആസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം റെസ്പെക്റ്റീവ്ലി. അടുത്താണ് FPS സിസ്റ്റം. എന്ന് പറഞ്ഞാൽ ഫുട്ട്, പൗണ്ട് ആൻഡ് സെക്കൻഡ് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് എ ബ്രിട്ടീഷ് സിസ്റ്റം ആണ്. ബേസ്ഡ് ഓൺ ഫുട്ട്, pound and second as the fundamental units of length, mass and time respectively. ഇത് മൂന്നാമത്തെ സിസ്റ്റമാണ് MKS സിസ്റ്റം. ഇതും ഫ്രഞ്ച് സിസ്റ്റമാണ്. എന്താണ് MKS? മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നാണ്. മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് സിസ്റ്റം. ഇറ്റ്സ് എ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്, മാസ് ആൻഡ് ടൈം റെസ്പെക്റ്റീവ്ലി. അടുത്ത സിസ്റ്റമാണ് നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. SI സിസ്റ്റം. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്. ഇറ്റ് ഈസ് എ മെട്രിക് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 7 ബേസ് ക്വാണ്ടിറ്റീസ്. നമ്മൾ 7 ബേസ് ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയായിരുന്നു. ഏതൊക്കെയാണ്? ലെങ്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറന്റ്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി. ഇത്രയുമാണ് 7 ബേസിക് ക്വാണ്ടിറ്റീസ് എന്നുള്ള ബേസ് ക്വാണ്ടിറ്റീസ്. അത് പറയുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലാണ്. ഇനി എന്താണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിന്റെ അഡ്വാൻറ്റേജസ്? SI ഈസ് എ coherent system of units, that is system based on a certain set of fundamental units from which all derived units are obtained by multiplication or division without introducing numerical factors. അതുപോലെ SI is a rational system. International system എന്ന് പറഞ്ഞാൽ rational system ആണ് of units as it assign only one unit to be a particular physical quantity. For example, joule. Joule is a unit for all type of energy. This is not so in other system of unit. അന്നേരം എനർജിയെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്താ കൊടുക്കാം? ജൂൾ എന്നുള്ള യൂണിറ്റ് കൊടുക്കാം. SI is an absolute system of unit. There are no gravitational units on the system.
This use factor G is thus eliminated. അതുപോലെ SI is a metric system. That is, the multiples and submultiples of units are expressed as powers of 10. Powers of 10-ന്റെ ഇതായിട്ടാണ് ഇത് SI സിസ്റ്റത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. In current electricity, the absolute unit on the SI like ampere for current, volt for potential difference, ohm for resistance, Henry for inductance, Faraday for capacity, and so on. ഇതെല്ലാം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഡെഫിനിഷൻ ഓഫ് ബേസിക് യൂണിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ 7 ബേസിക് യൂണിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ എന്താണ് ഡെഫിനിഷൻ? ഏതാണ് 7 ബേസിക് യൂണിറ്റ്സ്? മീറ്റർ, സെക്കൻഡ്, കിലോഗ്രാം, കെൽവിൻ, ആംപിയർ, കാൻഡിലെ, മോൾ. ഇത്രയും കാര്യങ്ങളാണ് 7 ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് നമ്മുടെ. അന്നേരം എന്താണ് മീറ്റർ? ദ മീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് traveled by light in vacuum. യൂണിറ്റ് ഓഫ് ലെന്ത് മീറ്റർ അല്ലെ. 1889 ഒരു ഡെഫിനിഷൻ വന്നു. ബേസ്ഡ് ഓൺ ദ ഇന്റർനാഷണൽ പ്രോട്ടോടൈപ്പ് ഓഫ് പ്ലാറ്റിനം ഇറിഡിയം വാസ് റീപ്ലേസ്ഡ് ബൈ ദ 11th CGPM യൂസിംഗ് എ ഡെഫിനിഷൻ ബേസ്ഡ് ഓൺ ദ വേവ്ലെങ്ത് ഓഫ് ക്രിപ്റ്റൺ 86 റേഡിയേഷൻ. ദിസ് ചേഞ്ച് വാസ് അഡോപ്റ്റ് ഇൻ ഓർഡർ ടു ഇംപ്രൂവ് ദ ആക്യുറസി. അതായത് ഇവിടെ നമ്മുടെ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. The meter is the length of the path traveled by light in vacuum during a time interval of 1/299799245 of a second എന്നുള്ളത് അന്നേരം മീറ്റർ. അടുത്താണ് യൂണിറ്റ് ഓഫ് മാസ്, കിലോഗ്രാം. The kilogram is the unit of mass. It is equal to the mass of the international prototype of the kilogram. അടുത്താണ് യൂണിറ്റ് ഓഫ് ടൈം, സെക്കൻഡ്. ദ സെക്കൻഡ് ഇസ് ദ ഡ്യൂറേഷൻ ഓഫ് 9192631770 periods of the radiation corresponding to the transition between the 2 hyperfine levels of the ground state of the cesium-133 atom. The unit of time, the second, was at one time considered to be the fraction of 1/86400. പലതരത്തിലുള്ള കൺസെപ്റ്റുകൾ പറഞ്ഞിരിക്കുകയാണ്. അടുത്താണ് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, ആംപിയർ. ദ ആംപിയർ ഇസ് ദാറ്റ് കോൺസ്റ്റന്റ് കറന്റ് വിച്ച് ഇഫ് മെയിൻറ്റെയിൻഡ് ഇൻ 2 straight parallel conductors of infinite length. അടുത്താണ് യൂണിറ്റ് ഓഫ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, കെൽവിൻ. The Kelvin unit of thermodynamic temperature is the fraction 1/273.16 of the thermodynamic temperature of the triple point of water. With a symbol T in terms of its difference from the reference temperature T0, that is equal to 273.15 Kelvin, the ice point. ഇതിന്റെ യൂണിറ്റ് ഒക്കെ എങ്ങനെയാ വന്നെന്നുള്ള പറയുകയാണ്. യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതാണ് മോളിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ദ മോൾ ഇസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഓഫ് എ സിസ്റ്റം which contains as many elementary entities. Unit of luminous intensity, candela. The candela is the luminous intensity in a given direction of a source that emits monochromatic radiation of frequency 540 × 1012 Hz. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എവിടെ നിന്നാണ് വന്നതും എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നതെന്നൊക്കെയുള്ള കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. നമ്മളിപ്പം ദ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്, SI യൂണിറ്റ്സ് അല്ലെ, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് പറ്റി ഒന്ന് നോക്കാം. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് വെയിറ്റ് ആൻഡ് മെഷർമെന്റ് 1960 ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ദെയർ യൂണിറ്റ്സ്. നമുക്കറിയാം 7 ബേസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ടല്ലേ, ഫണ്ടമെന്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 7 എണ്ണം. ഏതൊക്കെയാണ്? ലെന്ത്, സിമ്പൽ എന്താണ്? L. നെയിം മീറ്റർ. സിമ്പൽ ഫോർ SI യൂണിറ്റ് M. SI യൂണിറ്റ് നമുക്ക് അതിനെ സിമ്പല് M എന്ന് കാണുമ്പോൾ നിങ്ങൾ ലെന്ത് എന്ന് ഓർക്കുക, ലെന്ത്. അതുപോലെ അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മാസ്. മാസ് സിമ്പൽ എന്താണ്? സിമ്പൽ ഫോർ ക്വാണ്ടിറ്റി M ആണ്. SI യൂണിറ്റിനകത്ത് അതിന്റെ യൂണിറ്റ് kg ആണ്. നെയിം ഓഫ് ദ യൂണിറ്റ് എന്താണ്? നെയിം ഓഫ് ദ SI യൂണിറ്റ് കിലോഗ്രാം.
കിലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 1000, അന്നേരം 1000 ഗ്രാം കൂടി ചേർന്ന ആണ് അതല്ലേ, അതാണ് കിലോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ ടൈമിന്റെ സിമ്പല് സാധാരണ നമ്മൾ പറയും ടി എന്ന് പറയും. ഇനി SI യൂണിറ്റിനകത്ത് അതിന്റെ സിമ്പലാണ് സെക്കൻഡ്. എസ് ആണ് കാണിക്കുന്നത്. നെയിം സെക്കൻഡ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അതിന്റെ നെയിം ഓഫ് ദ SI യൂണിറ്റ് ആണ് സെക്കൻഡ് ആയതുകൊണ്ടാണ് എസ് എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് കാണുകയാണ് ലെന്ത് മീറ്ററിലാണ് SI യൂണിറ്റ് പറയുന്നത്. അതിന്റെ സിമ്പൽ എം എന്ന് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക ലെന്ത്. അടുത്ത കിലോഗ്രാം എന്ന് കാണുമ്പോൾ മാസ് എന്ന് ഓർക്കുക. SI യൂണിറ്റിനകത്ത് മാസ് ആണ്. അതുപോലെ എസ് എന്ന് പറയുന്നത് ടൈം, സെക്കൻഡ് ആണ്. ഇലക്ട്രിക് കറണ്ട് IH ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. SI യൂണിറ്റിനകത്ത് ആംപിയർ, അതിന്റെ സിമ്പല് എ എന്ന് കാണുമ്പോൾ നിങ്ങൾ ഇലക്ട്രിക് കറണ്ട് ആണെന്ന് ഓർക്കുക. SI യൂണിറ്റിനകത്ത് എ എന്ന് കണ്ടാൽ അതെന്താണ്? ഇലക്ട്രിക് കറണ്ട്. നമ്മൾ SI യൂണിറ്റ് ആണ്, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇത് നിങ്ങൾ നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ഈ യൂണിറ്റിലോട്ടാണ് മാറ്റേണ്ടത്, കൺവേർട്ട് ചെയ്യേണ്ടത്. അത് ഓർത്തിരിക്കുക. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ അത് T എന്ന് പറഞ്ഞാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി SI യൂണിറ്റിനകത്താകുമ്പോൾ അത് കെൽവിന്റെ സിമ്പല് K. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് N മോൾ ആണ് നമ്മുടെ സിമ്പല് SI യൂണിറ്റിനകത്ത് MOL മോൾ. അടുത്ത ഏറ്റവും ലാസ്റ്റത്തെ 7ാമത്തെ ബേസ് ക്വാണ്ടിറ്റി ആണ് ലൂമിനസ് ഇന്റൻസിറ്റി. ലൂമിനസ് നമ്മൾ പറയുകയാണ് കാൻഡിലെ CD എന്ന സിമ്പൽ വെച്ചാണത് SI യൂണിറ്റിനകത്ത് പറയുന്നത്. CD കാൻഡിലെ ഓർക്കുക. അന്നേരം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. SI യൂണിറ്റിനകത്തുള്ള സിമ്പൽസും അതിന്റെ യൂണിറ്റും എം, കിലോ, kg, S, AA, K ആൻഡ് മോൾ, കാൻഡിലെ, CD ഇതെല്ലാം എന്താണ്? 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ യൂണിറ്റ് ആണ്. ഓക്കെ, നേരം ഫണ്ടമെന്റൽ യൂണിറ്റ് ആയ മാസ് എന്ത്? മാസ് നിങ്ങൾക്കറിയാം, ഒരു വസ്തുവിന്റെ മാസ് ഇസ് എ മെഷർമെന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ വിച്ച് കണ്ടെയ്ൻ. ഇനി വെയിറ്റ് എന്തായിരിക്കും? വെയിറ്റ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് ബന്ധമുണ്ട്. വെയിറ്റ് ഇസ് ദ മെഷർമെന്റ് ഓഫ് ദ പുൾ ഓഫ് ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. മാസ് ഈസ് മെഷേർഡ് ബൈ യൂസിങ് എ ബാലൻസ്. ഇവിടെ ഒരു ബാലൻസ് നമ്മൾ കാണുവാണ്. ഒരു വസ്തുവിന്റെ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വെയിറ്റ് എടുത്താൽ മതി. അത് അനലിറ്റിക്കൽ ബാലൻസിനാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ ലാബിലൊക്കെ, നമ്മുടെ കെമിസ്ട്രി ലാബിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അനലിറ്റിക്കൽ ബാലൻസ്. അത് വെച്ച് നമുക്ക് മാസ് കണ്ടുപിടിക്കാം. അന്നേരം മാസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം, മാസ് ഇസ് എ മെഷർമെന്റ് ഓഫ് ദ എമൗണ്ട് ഓഫ് മാറ്റർ സംതിങ് കണ്ടെയ്ൻസ്. അതാണ് മാസ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി, മെഷർമെന്റ് ഓഫ് ദ പുൾ ഓഫ് ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, എങ്ങനെയാണ് മാസും വെയിറ്റും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, ബഹിരാകാശ സഞ്ചാരികളുടെയൊക്കെ കാണുവാണെങ്കിൽ അവരൊക്കെ ഇങ്ങനെ പൊങ്ങി നടക്കുന്നതായിട്ട് കാണാം അല്ലെ. അതിന്റെ അർത്ഥം എന്തായിരിക്കും? അവിടെ ഗ്രാവിറ്റി, ഇവിടെ ഭൂമി പ്രയോഗിക്കുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെ പൊങ്ങിപ്പറന്ന് നടക്കുന്നത്. അന്നേരം നമുക്ക് അവരുടെ മാസും വെയിറ്റും എടുത്താൽ, അവിടുത്തെ മാസും വെയിറ്റും എടുത്താൽ എന്തായിരിക്കും? അവർ വെയിറ്റ്ലെസ് ആയിരിക്കും അല്ലെ. വെയിറ്റ്ലെസ് ആയതുകൊണ്ടാണ് അവരിങ്ങനെ പൊങ്ങി നടക്കുന്നത്. അന്നേരം വെയിറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം മാസ്. അവർക്ക് പക്ഷെ മാസ് ഉണ്ട്, പക്ഷെ വെയിറ്റ് ഇല്ലാതെ നടക്കുന്നു. ആർക്കാ? ബഹിരാകാശ സഞ്ചാരികളുടെ കാര്യം പറയുമ്പോൾ. വെയിറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം മാസ്. വെയിറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്റ്റ്. ദ മാസ് ഓഫ് ആൻ ഒബ്ജക്ട് വിൽ നെവർ ചേഞ്ച്, but the weight of an item can change based on its location. For example, you may weigh 100 pounds on Earth, but in outer space you would be weightless. കാരണം എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവിടെ ഇല്ല, പുറത്തേക്ക് സ്പേസിലാവുമ്പോൾ. അതുകൊണ്ട് അവിടെ വെയിറ്റ്ലെസ് ആയിട്ടിരിക്കുന്നു. ഇതന്നേരം നിങ്ങൾ ഓർത്തിരിക്കുക, എന്താണ് അവിടെ ബഹിരാകാശ സഞ്ചാരികൾക്ക് നേരിടേണ്ട പ്രശ്നങ്ങളൊക്കെയാണ്. വളരെയധികം കഷ്ടപ്പെട്ട് അവരൊക്കെ അവിടെയൊക്കെ ചെല്ലുന്നതും നല്ല ധീരന്മാരായ ആൾക്കാരാണ്. ഇവിടെ പറയാണ്, വെയിറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം മാസ്. വെയിറ്റ് ഈസ് ദ മെഷർ ഓഫ് ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഓൺ ആൻ ഒബ്ജക്ട്. ദ മാസ് ഓഫ് ആൻ ഒബ്ജക്ട് വിൽ നെവർ ചേഞ്ച്, ബട്ട് ദ വെയിറ്റ് ഓഫ് ആൻ ഐറ്റം ക്യാൻ ചേഞ്ച് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ലൊക്കേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാസും വെയിറ്റും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും? വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാസ് ഇൻറ്റു mg എന്ന് പറയും. W that is equal to mg. To convert between mass and weight, you use the value for gravitational acceleration. G എന്ന് പറഞ്ഞാൽ 9.81 meters per second square. G.
നമ്മൾ പറയാണ് W weight that is equal to mass into G. To get mass from weight നമുക്ക് എന്ത് ചെയ്യണം? മാസ് ഫ്രം വെയിറ്റ് ആണെങ്കിൽ M that is equal to W by G. മാസ് that is equal to W by G. വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു G. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് മാസ് കണ്ടുപിടിക്കാൻ W by G. ഓക്കെ, നിങ്ങൾ ഇപ്പൊ മനസ്സിലായല്ലോ മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് പലതരത്തിലുള്ള പ്രിഫിക്സ് യൂസ്ഡ് ഇൻ ദ SI സിസ്റ്റം, ഇന്റർനാഷണൽ സിസ്റ്റത്തിനകത്ത് പലതരത്തിലുള്ള പ്രിഫിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം 1 കിലോ എന്ന് പറഞ്ഞാൽ 10 ക്യൂബ്ഡ് 1K. നമുക്കിപ്പം ഈ ഫേസ്ബുക്കിലും ഇതിലൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 1K ലൈക്സ് അല്ലേ. അതുപോലെ K എന്ന് പറഞ്ഞാൽ 1000 എന്നാണ് അർത്ഥം. നമുക്ക് കിലോയെ നമുക്ക് 10 ക്യൂബ്ഡ് എന്ന് പറയാം, അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട്. അതുപോലെ SI സിസ്റ്റത്തിനകത്ത് പലതരത്തിലുള്ള പ്രിഫിക്സ് നമുക്കൊന്ന് നോക്കാം. യോക്ടോ 10⁻24 ആണ്. അതുപോലെ സെപ്റ്റോ, അത് റെപ്രസെന്റ് സിമ്പിൾ Z ആണ്. ആറ്റോ, ഫെമിഡോ, പൈക്കോ, നാനോ. ഓർക്കുക, നാനോ ഇമ്പോർട്ടൻ്റ് ആണ്. നാനോ 10⁻9 ആണ് നാനോ. ഇതിൽ മീറ്ററിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പൈക്കോ എന്ന് പറഞ്ഞാൽ 10⁻12 ആണ്. അങ്ങനെ പലതരത്തിലുള്ള പ്രിഫിക്സ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മളൊരു അനലിറ്റിക്കൽ ബാലൻസ് ആണ്. അനലിറ്റിക്കൽ ബാലൻസ് എന്ത് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്? മാസ് കണ്ടുപിടിക്കാൻ കേട്ടോ. ഇത് ലാബിലൊക്കെ ഉപയോഗിക്കുന്ന അനലിറ്റിക്കൽ ബാലൻസ് ആണ് ഈ കാണുന്നത്. അടുത്ത ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വോളിയം. വോളിയം ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് 3-dimensional സ്പേസ് എൻക്ലോസ്ഡ് ബൈ എ ക്ലോസ്ഡ് സർഫസ്. വോളിയം നമ്മള് മാസ്, വെയിറ്റ്, വോളിയം അല്ലെ. ഫോർ എക്സാമ്പിൾ, ദ സ്പേസ് ദാറ്റ് എ സബ്സ്റ്റൻസ് ഓർ ഷേപ്പ് occupies or contains. Volume is often quantified numerically using the SI derived unit, the cubic meter. The SI basic unit is 1 meter cubed. 1 meter cubed. SI unit cubic meter. Dimension L cubed. നമുക്കറിയാം വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നീളം, വീതി, ഘനം അല്ലെ. അന്നേരം അവിടെ L വെച്ച് ലെന്താണ് അവിടുത്തെ ബേസ് യൂണിറ്റ്. അതുകൊണ്ട് L ക്യൂബ്ഡ് എന്ന് പറയും. L ക്യൂബ്ഡ്. പലതരത്തിലുള്ള യൂണിറ്റ് ഉണ്ട്. ലിറ്റർ, ഫ്ലൂയിഡ്, ഔൺസ്, ഗാലൺ, അങ്ങനെയുള്ള പലതരത്തിലുള്ള യൂണിറ്റ്സ് വോളിയത്തിനുണ്ട്. വോളിയം ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് 3-dimensional സ്പേസ് എൻക്ലോസ്ഡ് ബൈ എ ക്ലോസ്ഡ് സർഫസ് എന്നുള്ളത് ഓർത്തിരിക്കുക. SI ബേസ് യൂണിറ്റ് ആണ് 1 മീറ്റർ ക്യൂബ്. അടുത്ത ക്വാണ്ടിറ്റിയാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ, എങ്ങനെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്? മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം ആണ്. ഇവിടെ നമ്മൾ SI സിസ്റ്റം എടുക്കുകയാണെങ്കിൽ കിലോഗ്രാം ബൈ മീറ്റർ ക്യൂബ്ഡ് ആണ്. അതായത് നമുക്ക് എഴുതാം കിലോഗ്രാം m⁻⁻3. അടുത്ത ക്വാണ്ടിറ്റിയാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ നമുക്ക് കെൽവിനകത്താണ് നമ്മളിവിടെ പറയുന്നത്. പലതരത്തിലുള്ള സെൽഷ്യസ് പറയുന്നുണ്ട്, ഡിഗ്രി, കെൽവിൻ, സെൽഷ്യസ്, ഫാരൻഹീറ്റ് അല്ലെ. അന്നേരം എങ്ങനെയാണ് സെൽഷ്യസിനെ കെൽവിനകത്തോട്ട് ആക്കുന്നത്? കെൽവിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15. അതുപോലെ തന്നെ ഫാരൻഹീറ്റിലോട്ട് ആക്കാം 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ആണ്. ഇത് ടെമ്പറേച്ചറിന്റെ പലതരത്തിലുള്ള യൂണിറ്റുകളാണ്. വോളിയം, അതുപോലെ തന്നെ വോളിയം പല ഇത് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ബ്യൂററ്റ് വെച്ച്, പിപ്പറ്റ് വെച്ച്, ഗ്രാജുലേറ്റഡ് സിലിണ്ടർ, വോളിമെട്രിക് ഫ്ലാസ്ക്, ഇതെല്ലാമാണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി ബ്യൂററ്റ്, പിപ്പറ്റ് ഒക്കെ നിങ്ങൾ സെക്കൻഡ് ഇയറിനകത്ത് കെമിസ്ട്രി ലാബിൽ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വോളിയം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് കേട്ടോ. ബ്യൂററ്റ്, പിപ്പറ്റ്, അങ്ങനെയുള്ള വോളിമെട്രിക് ഫ്ലാസ്ക്. അടുത്താണ് സയന്റിഫിക് നൊട്ടേഷൻ. അതായത് ഇപ്പൊ നിങ്ങളിവിടെ കാണുവാണ് ഒരു വലിയൊരു നമ്പർ. ആ നമ്പറാണ് 6022. അത് കഴിഞ്ഞ് ഇഷ്ടം പോലെ പൂജ്യങ്ങൾ അല്ലേ. എന്നിട്ട് ഇതൊരു വലിയ നമ്പറാണ്. നമുക്കിങ്ങനെ നിരത്തി പിടിച്ച് അങ്ങനെ എഴുതാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ കെമിസ്ട്രിക്കകത്ത് അല്ലെങ്കിൽ സയൻസിനകത്ത് നമ്മൾ ഇത് വലിയ നമ്പറിന് നമ്മൾ ഒരു സയന്റിഫിക് നൊട്ടേഷൻ ഉപയോഗിക്കും ആണ് എഴുതുന്നത്. സയന്റിഫിക് നൊട്ടേഷൻ അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ഈ നമ്പർ കാണുക, ഇത് അവഗാഡ്രോ നമ്പറാണ്. ഈ അവഗാഡ്രോ നമ്പർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നോക്കാം. അതായത്
ഇവിടെ നിങ്ങൾ 606.02 അങ്ങനെ അങ്ങോട്ട് ഇഷ്ടം പോലെ പൂജ്യമായിട്ട് പോവാം. നമുക്കതിനെ ഒറ്റ നമ്പർ വെച്ച് ആദ്യം എഴുതാൻ പറ്റും. 6 പോയിന്റ്, ആദ്യത്തെ നമ്പറാണ് 6. അത് കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ പോയിന്റ് ഇട്ടിട്ട് 6.02 ഇൻറ്റു 10⁻23. 10⁻23 നമ്മളത് 10ന്റെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുകയാണ്. n into 10⁻n, where n is an exponent having positive value ആണ് ഇവിടെ +23 എന്നുള്ളത്. അതായത് നിങ്ങളിവിടെ കാണുകയാണ് 6 എന്ന് പറഞ്ഞിട്ട് അതിന് നമ്മൾ വലതുവശത്തോട്ട് 6 പോയിന്റ് ഇട്ടിട്ട് വലതുവശത്തെ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ അതിനെ 10⁻23 ആക്കുവാണ്. വലതുവശത്തെ ഈ നമ്പറുകളെല്ലാം കൂടെ നമ്മൾ ആക്കിയിട്ട് അതിനെ 10⁻23 10ന്റെ പവർ ആയിട്ട് എഴുതുകയാണ്. ഇതാണ് എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. അതായത് സയന്റിഫിക് നൊട്ടേഷൻ ആയിട്ട് എഴുതുകയാണ് n into 10⁻n. അതുപോലെ തന്നെ ഇവിടെ നോക്കിയാണെങ്കിൽ 0.0000 എന്ന് വന്നിട്ട് 166 വന്നിരിക്കുന്നു. എന്നിട്ട് ഇവിടെ പോയിന്റ് ഇവിടെ വന്നിട്ട് ഇത് നമ്മൾ വലത്തോട്ട് പോവുകയാണ്. വലത്തോട്ട് നമ്മൾ ഈ പോയിന്റിനെ അങ്ങ് മാറ്റുക. വലത്തോട്ട് മാറ്റുമ്പോൾ 1.66 into 10⁻24 എന്നാക്കി. എന്നിട്ട് ഇവിടെ വലത്തോട്ട് നമ്മൾ പോയിന്റിനെ മാറ്റിയപ്പോൾ നമുക്കതിനെ മൈനസ് എക്സ്പോണൻഷ്യൽ ആയിട്ട് കിട്ടും. മൈനസ് നമ്മൾ ഇടത്തോട്ട് മാറ്റിയപ്പോൾ പോയിന്റിനെ ഇടത്തോട്ട് മാറ്റിയപ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? അത് പവർ എഴുതുമ്പോൾ പ്ലസ് ആയിട്ടാണ് എഴുതുന്നത്. വലത്തോട്ട് മാറ്റുമ്പോൾ അത് മൈനസ് ആയിട്ടും എഴുതുന്നു. അന്നേരം ഇങ്ങനെ വലിയ വലിയ സംഖ്യകളെ നമ്മൾ 10ന്റെ ഗുണിത ഇതായിട്ട് എഴുതുകയാണ്, പവർ ആയിട്ട് എഴുതുന്നതിനാണ് സയന്റിഫിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ പറയാം. 232.508 അതിന് നമ്മൾ പോയിന്റിനെ നമ്മൾ ഇടത്ത് സൈഡിലോട്ട് മാറ്റുക. ഇടത്ത് സൈഡിലോട്ട് മാറ്റുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും 2.32508 into 10 square. 2.32508 into 10 square. ഇവിടെ എന്താ സംഭവിച്ചത്? പോയിന്റിനെ നമ്മൾ രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റിയിട്ട് നമ്മൾ എഴുതുകയാണ് 2.32508 into 10 square. ഇതൊരു സയന്റിഫിക് നൊട്ടേഷൻ ആണ്. സയന്റിഫിക് നൊട്ടേഷൻ. എന്നിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, the decimal had to be moved to the left by 2 places and same is the exponent 2. എക്സ്പോണന്റ് ആണ് 2. മുകളിലുള്ള പവർ എന്ന് പറഞ്ഞാണ് എക്സ്പോണന്റ് 2 of 10 in the scientific notation. ഇനി വേറൊരു നമ്പർ നമുക്കൊന്ന് നോക്കാം. 0.00016. 0.0016 എന്ന് പറയുമ്പോൾ ഈ പോയിന്റ് കഴിഞ്ഞ് 3 പൂജ്യം ഉണ്ട് അല്ലെ. നമുക്കതിനെ ഇങ്ങനെ എഴുതാതെ 10ന്റെ പവർ ആയിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ പറയുകയാണ്, ഈ പോയിന്റിനെ നമ്മൾ വലതുവശത്തോട്ട് കൊണ്ടുവന്നു. 1 കഴിഞ്ഞിട്ട് ഇട്ടു. ഇതിന് 1.6 into 10⁻⁻4. നമ്മൾ പറഞ്ഞു പോയിന്റ് കഴിഞ്ഞ് വലതുവശത്തേക്കാണ് പോയിന്റ് പോകണമെങ്കിൽ അത് മൈനസ് ആണ് അവിടെ പവർ വരുന്നത്. The decimal has to be moved 4 places to the right and -4 is the exponent in the scientific notation. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മളൊന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നതേ ഉള്ളൂ. നമ്മൾ വലതുവശത്തേക്ക് പോയിന്റിനെ കൊണ്ടുപോവാണെങ്കിൽ അതിന്റെ പവർ മൈനസ് ആയിട്ട് എഴുതുക, ഇടതുവശത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എഴുതുക, പ്ലസ് ആയിട്ട് എഴുതുക. ഇങ്ങനെയാണ് സയന്റിഫിക് നൊട്ടേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എളുപ്പവഴിയാണ്, ഇത് ഓർത്തിരിക്കുക. നമ്മളിവിടെ കണ്ടു 232.508 നമുക്ക് 2.32508 into 10 square ആയിട്ട് എഴുതാം അല്ലേ. ഇത് തന്നെ നമുക്ക് പല രീതിയിൽ സയന്റിഫിക് നൊട്ടേഷൻ നമുക്ക് എളുപ്പ വഴിയിൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ ഉപയോഗിക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഫോർ എക്സാമ്പിൾ 5.6 into 10⁵ into 6.9 into 10⁸. ഇവിടെ 10ന്റെ പവർ ആയിട്ട് വരികയാണ്. അതിന്റെ ഗുണം നമ്മൾ എഴുതി വെച്ചിരിക്കും എളുപ്പത്തിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഗുണിക്കണമെങ്കിൽ 5.6 into 6.9 into ഈ 10ന്റെ പവർ നമ്മൾ വെളിയിലോട്ട് എടുത്തു. 10 into 5 into 10⁸ നമ്മൾ എടുത്തിട്ട് നമ്മൾ കോമൺ ആയിട്ട് 10 എടുത്തിട്ട് അതിന്റെ മുകളിൽ ഈ പവേഴ്സിന്റെ സമ്മിനെ കൊടുത്താൽ മതി. 10⁵ into 10⁸ എന്ന് പറയുന്നത് നമുക്ക് 10⁵5+8 ആയിട്ട് ഒറ്റയടിക്ക് എഴുതാൻ പറ്റും. ഇതാണ് മൾട്ടിപ്ലിക്കേഷന് നമുക്ക് ഉപയോഗിക്കാവുന്നത്. എളുപ്പവഴികളാട്ടോ ഇതൊക്കെ. അതുപോലെ ഡിവിഷൻ ആണെങ്കിൽ ഇപ്പൊ എക്സാമ്പിൾ 2.7 into 10⁻³ into 10⁴ ആണെങ്കിൽ നമ്മൾ ഈ താഴെ കിടക്കുന്ന 10⁴ നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരാം. എന്നിട്ട് അതെന്താവുന്നു 10⁻³
ഈ 4 +4 മുകളിലോട്ട് പോകുമ്പോൾ എന്തായി മാറുന്നു? -4 ആയി മാറുന്നു. അന്നേരം എന്തായി മാറുന്നത്? 10⁻⁻7 എന്നുള്ള അവസാനത്തെ ഫൈനൽ റിസൾട്ട് ആയിട്ട് മാറുന്നു. അന്നേരം ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമുക്ക് നടത്താം. അന്നേരം അതിന്റെ പവറിനെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്താൽ മതി. Addition and subtraction for these two operations, first the numbers are written in such a way that they have same exponent. നമുക്ക് ഇത് തന്നെ കൂട്ടലിനും കുറയ്ക്കലിനും ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. Thus for adding 6.65 into 10⁻⁴ and 8.95 into 10 cubed. അന്നേരം നമുക്ക് അതിനെ നമുക്ക് എഴുതാൻ പറ്റും 6.65 into 10⁻⁴ plus 0.895 into 10⁻⁴. അവിടെ എന്നാ സംഭവിച്ചത്? നമ്മൾ ഇത് ഒരുപോലെ ആക്കാൻ വേണ്ടിയാണ്. അതായത് 6.65 into 10⁻⁴ അവിടെ വന്നിരിക്കുന്നത്. അടുത്ത ഇത് കൂട്ടേണ്ടത് 8.95 into 10 cubed ആണ്. 10 cubed ഇവിടെ വന്നതുകൊണ്ട് നമുക്ക് അതിന് 10⁻⁴ ആക്കണം. 10⁻⁴ ആക്കാൻ വേണ്ടി എന്താ സംഭവിച്ചത്? ഇവിടെ നമ്മൾ ഇടത്ത് സൈഡിലോട്ട് മാറ്റി. അതായത് 0.895 into 10⁻⁴ ആക്കി മാറ്റി. എന്നിട്ട് ഈ 10⁻⁴ കോമൺ ആയിട്ട് നമ്മൾ പുറത്തോട്ട് എടുത്തു. അന്നേരം നമുക്ക് ഇവിടെ നമുക്ക് എഴുതാം 6.65 പ്ലസ് 0.895 into 10⁻⁴. ഓർത്തിരിക്കുക. ഇതൊക്കെ നമുക്ക് എളുപ്പവഴിയിൽ ഇത് പ്രോബ്ലം ഒക്കെ ചെയ്യണം അല്ലേ? എന്നിട്ട് അതിന് വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡെസിമൽ പോയിന്റ് മാറ്റി മറിച്ചും ഒക്കെ കോമൺ ആക്കിയൊക്കെ ഇട്ടാൽ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറയ്ക്കാനും സബ്ട്രാക്ഷനും ഈ മെത്തേഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ നോക്കി 2 സംഖ്യകളാണ്. ഇവിടെ ഒരെണ്ണത്തിന്റെ പവർ 10⁻⁻2, മറ്റേതിന്റെ പവർ എത്രയാണ്? 10⁻�3 ആണ്. അന്നേരം ഈ 10⁻⁻3 നമ്മൾ എന്താക്കുവാണ്? 10⁻⁻2 ആക്കുവാണ്. അത് എങ്ങനെയാണ് 10⁻⁻2 ആക്കിയിരിക്കുന്നത്? ശ്രദ്ധിച്ചേ. 4.8 into 10⁻⁻3 നമുക്ക് അതിനെ 0.48 into 10⁻⁻2 ആക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ആ 10⁻⁻2 കോമൺ ആയിട്ട് പൊളിയിലോട്ട് എടുത്ത് നമുക്കത് സോൾവ് ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് സബ്ട്രാക്ഷൻ നടത്താൻ സാധിക്കും. ഒരു അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ ഈ സയന്റിഫിക് നൊട്ടേഷൻ വെച്ച് നമുക്ക് എഴുതി എളുപ്പത്തിൽ ഇതാകാം. അതിന്റെ ഇത് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമ്മൾ ഇത്രയും ഇതിൽ നിന്ന് പഠിച്ചത് ടു ഇൻഡിക്കേറ്റ് വെരി സ്മോൾ നമ്പേഴ്സ് വി യൂസ് നെഗറ്റീവ് എക്സ്പോണൻസ്. ചെറിയ സംഖ്യയ്ക്ക് നെഗറ്റീവ് എക്സ്പോണൻസ്. ടു ഇൻഡിക്കേറ്റ് ലാർജ് നമ്പേഴ്സ് വി യൂസ് പോസിറ്റീവ് എക്സ്പോണൻസ്. Scientific notation is the proper representation of a number in exponential form. Proper representation of a number in exponential form ആണ് scientific notation. നിങ്ങളിപ്പം സയന്റിഫിക് നൊട്ടേഷൻ എങ്ങനെയാണ് വലിയ വലിയ സംഖ്യനെയൊക്കെ നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. ആ പൂജ്യങ്ങളൊക്കെ നിരത്തി പിടിച്ച് എഴുതാതെ നമുക്ക് ചെറുതായിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതാന്നുള്ള പഠിച്ചത്. ഇനി അടുത്താണ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ഒരു ആക്യുറസി ആൻഡ് പ്രിസിഷൻ. ഇപ്പം നമുക്ക് ലാബിലൊക്കെ നിങ്ങൾ പലതരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് നടത്തും അല്ലേ? അതൊക്കെ കറക്റ്റ് ആണോ, നിങ്ങളുടെ ലക്ഷ്യവും നമ്മുടെ എയിമുമായിട്ട് അടുക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ എക്സ്പെരിമെന്റ് നടത്തുന്നത്. എന്നിട്ട് അതിന്റെ റിസൾട്ട് നമ്മൾ പലതരത്തിലുള്ള മെഷർമെന്റ് നടത്തുക. ആ മെഷർമെന്റ് കറക്റ്റ്നെസ്സിനെ പറ്റി പറയുന്നതാണ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. Every experimental measurements has some amount of uncertainty associated with it. However, one would always like the result to be precise and accurate. Precision and accuracy are often referred to while we talk about the measurement. Precision refers to the closeness of various measurements for the same quantity. നമ്മൾ മെഷർമെന്റ് അളക്കുക. മെഷർമെന്റ് അളത്തപ്പോൾ ആദ്യത്തെ ഒരു മെഷർമെന്റ് നടത്തി, അത് രണ്ടാമത്തെ മെഷർമെന്റ് എടുത്തപ്പോൾ അത് തൊട്ടടുത്തടുത്ത് കിടക്കുകയാണ് ആ വാല്യൂസ്. ഇപ്പം അത് കഴിഞ്ഞ് മൂന്നാമതൊരു മെഷർമെന്റ് നടത്തി, അതിന്റെയും വാല്യൂ ഇത് 3 വാല്യൂസും ഏകദേശം അടുത്താണെങ്കിൽ അത് പ്രിസൈസ് ആണെന്ന് പറയും. However, accuracy is the agreement of a particular value to the true value of the result. കറക്റ്റ് വാല്യൂ ഏതാണ് നമുക്ക് അറിയാം. അതിനോട് തന്നെ തൊട്ടടുത്ത് തന്നെ നമ്മൾ മെഷർ ചെയ്ത വാല്യൂ കിട്ടിയെങ്കിൽ, അതായത് ആ വാല്യൂ തന്നെ കിട്ടിയെങ്കിൽ അതാണ് ആക്യുറേറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അന്നേരം ഒരു മെഷർമെന്റ് നമ്മൾ 2 ടൈപ്പിൽ പറയുകയാണ്. പ്രിസൈസ് ആൻഡ് പ്രിസിഷൻ ആൻഡ് ആക്യുറസി ലെവലിൽ പറയാം. നമുക്കത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പം നിങ്ങൾ ഒരു അമ്പ് ഒരു ലക്ഷ്യസ്ഥാനം കാണിച്ചിട്ടുണ്ട്. ആ കറക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാണെങ്കിൽ അത് നമ്മൾ ആക്യുറേറ്റ് ആണെന്ന് പറയും. ആക്യുറേറ്റ്. എന്നാൽ ലക്ഷ്യസ്ഥാനത്തിന്റെ തൊട്ടടുത്തടുത്ത് എത്തുവാണെങ്കിൽ ആ രണ്ട് അമ്പുകളെ കണ്ടോ, അതായത് അത് ഏകദേശം അടുത്തടുത്ത് എത്തി, എന്നാൽ അത് പ്രിസൈസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും.
The accuracy of a measurement is its relation to the true, nominal or accepted value. It is sometimes expressed as a percentage deviation from the known value. The known or true value is often based upon reproducible measurement. Correct value ആണെങ്കിൽ അത് accurate എന്ന് പറയുന്നത്. Precision എന്ന് പറഞ്ഞാൽ a measure of how close a series of measurements. ഇപ്പം നമ്മൾ രണ്ട് അമ്പുകൾ അടുത്തടുത്ത് നിൽക്കുക അല്ലേ, അന്നേരം ആ രണ്ട് വാല്യൂസും അടുത്തടുത്ത് വാല്യൂ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രിസിഷൻ എന്ന് പറയും. എ മെഷർ ഓഫ് ഹൗ ക്ലോസ് എ സീരീസ് ഓഫ് മെഷർമെന്റ്സ് ആർ ടു ബി വൺ അനദർ ഈസ് നോൺ ആസ് പ്രിസിഷൻ. അപ്പം നമുക്ക് ഈ മൂന്ന് ഇത് നോക്കാം. ഒന്നാമത്തെ ഇതിനകത്ത് നമ്മൾ ഈ നടുക്കത്തെ പോയിന്റ്, നടുക്കത്തെ അവിടെയാണ് അമ്പ് വന്ന് നിൽക്കുന്നത്. എന്നിട്ട് അത് വന്ന് നിന്നു, കറക്റ്റായിട്ടും റിസൾട്ട് കിട്ടി, അങ്ങനെയാണെങ്കിൽ അത് ആക്യുറേറ്റ് എന്ന് പറയാം. പക്ഷെ നോട്ട് പ്രിസൈസ്, അതായത് ഈ അമ്പുകളെല്ലാം പല സ്ഥലത്ത് വന്ന് നിൽക്കുക, അതായത് അടുത്തടുത്തല്ല, തൊട്ടടുത്തല്ല, എല്ലാം മാറി മാറി നിൽക്കുകയാണെങ്കിൽ അത് നോട്ട് പ്രിസൈസ്. അന്നേരം ആക്യുറേറ്റ് ആകാം, പക്ഷെ അത് നോട്ട് പ്രിസൈസ്, ബട്ട് നോട്ട് പ്രിസൈസ്. ഇനി ഇവിടെ ഈ രണ്ടാമത്തെ ഫിഗറിനകത്ത് കാണുന്നത്, ഇവിടെ ഇതാണ് ശരിയായിട്ടുള്ള വരേണ്ടിയിരുന്നത്, പക്ഷെ അവിടെ ഒന്നും വന്നിട്ടില്ല, അമ്പൊന്നും വന്നിട്ടില്ല, അമ്പ് നിറച്ചിട്ടില്ല അല്ലെ, അതുകൊണ്ട് നോട്ട് ആക്യുറേറ്റ് ബട്ട് പ്രിസൈസ്. എന്തായിരിക്കും പ്രിസൈസിന് കാരണം? ഇവിടെ മെഷർമെന്റ് അല്ല വന്നിരിക്കുന്ന അമ്പുകളെല്ലാം തൊട്ടടുത്തടുത്തടുത്ത് വന്നിരിക്കുന്നു, ഏകദേശം ഒരേ വാല്യൂസിൽ അല്ലെങ്കിൽ മെഷർമെന്റ് നടത്തിയിരിക്കുകയാണ് അവര്, അതുകൊണ്ട് അത് പ്രിസൈസ് ആണ്, പക്ഷെ നോട്ട് ആക്യുറേറ്റ്. ഇപ്പം നിങ്ങൾ കെമിസ്ട്രി പഠിപ്പിക്കുകയാണ്, കെമിസ്ട്രി പഠിപ്പിക്കുമ്പം നമുക്കറിയാം ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, നിങ്ങൾ എല്ലാവരും കൂടെ പറയാണ് കെമിസ്ട്രി ടീച്ചർ പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലാകുന്നില്ല, അന്നേരം നിങ്ങളുടെ പിന്നെ മെഷർമെന്റ് എല്ലാം നിങ്ങൾ പ്രിസൈസ് ആയിട്ട് നിങ്ങൾ പറയുക, അല്ല നിങ്ങളുടെ എല്ലാ ഒപ്പീനിയൻസും ഇങ്ങനെ ഇരിക്കുക, പക്ഷെ അത് ആക്യുറേറ്റ് ആകണമെന്നില്ല. കാരണം എന്താണ്? ടീച്ചർ പഠിപ്പിക്കുന്നത് കറക്റ്റാണ്, കറക്റ്റായിട്ടുള്ള കാര്യമാണ്, പക്ഷെ നിങ്ങൾക്ക് അത് പാടായതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ട് നിങ്ങൾ പറയാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആകണമെന്നില്ല, കറക്റ്റ് ആകത്തില്ല. അതാണ് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് ആക്യുറേറ്റ്. ഓക്കെ, അടുത്ത ഒരു സെക്ഷൻ പറയുകയാണ്. ഇവിടെ അമ്പെല്ലാം വന്ന് നിറഞ്ഞിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ആക്യുറേറ്റ് ആണ്. പിന്നെ ഇവിടെ അമ്പുകളെല്ലാം വന്ന് നിൽക്കുന്നതും അടുത്തടുത്തായതുകൊണ്ട് അതിന്റെ വാല്യൂസ് എല്ലാം കറക്റ്റ് അടുത്തടുത്ത് ഒരുപോലെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂസ് വരുന്നതുകൊണ്ട് അത് പ്രിസൈസും ആണെന്ന് പറയുന്നു. പ്രിസൈസ്, ആക്യുറേറ്റ് ആൻഡ് പ്രിസൈസ്. ഇതിൽ നമ്മൾ മൂന്ന് കണ്ടീഷൻ ക്രൈറ്റീരിയ ആണ് ഇപ്പൊ കണ്ടത്. ഇവിടെ ആക്യുറേറ്റ് ആണ് ബട്ട് നോട്ട് പ്രിസൈസ്. ഈ രണ്ടാമത്തെ ഫിഗറിൽ കണ്ടത് നോട്ട് ആക്യുറേറ്റ്, ഇവിടെ ഒന്നും വന്നിട്ടില്ല, ബട്ട് പ്രിസൈസ്. മൂന്നാമത്തെ ഫിഗറിൽ കാണുന്നത് ആക്യുറേറ്റ് ആൻഡ് പ്രിസൈസ്. ഓക്കെ, നമുക്ക് അന്നേരം ഇവിടെ മെഷർമെന്റ് നടത്തിയ മൂന്ന് സ്റ്റുഡൻസ്, അവരുടെ സെറ്റ് ഓഫ് മെഷർമെന്റ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആക്യുറേറ്റ് കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് റിസൾട്ട് ആയിട്ട് പറയേണ്ടത് 2, ശരിയായിട്ടുള്ള വാല്യൂ 2 ആണ്. നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റുഡന്റ് എ, അവന് 2 മെഷർമെന്റ് കിട്ടി, 1.95 1.93. പിന്നെ നമുക്കിവിടെ എന്താണ് വന്നിരിക്കുന്നത്? ആക്യുറേറ്റ് വാല്യൂ, കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്താണ് വരേണ്ടത്? 2 വരേണ്ടത്. എന്നിട്ട് ആക്യുറേറ്റ് അല്ല, സ്റ്റുഡന്റ് എ നടത്തിയത് ആക്യുറേറ്റ് അല്ല. The true value for a result is 2 and student A takes 2 measurements and reports the result as 1.95 gram and 1.93. These values are precise as they are close to each other. Precise ആകാൻ കാരണം എന്താ? 1.95 1.93 അടുത്തടുത്ത റിസൾട്ട് ആയതുകൊണ്ട് പ്രിസൈസ് ആണ്, ബട്ട് നോട്ട് ആക്യുറേറ്റ്. എത്രയും നമ്മുടെ ആക്യുറേറ്റ് വാല്യൂ കറക്റ്റ് വരേണ്ടത് 2 ആയിരുന്നു വരേണ്ടത്, 2 അല്ല അല്ലേ, അതുകൊണ്ട് നോട്ട് ആക്യുറേറ്റ്. അടുത്തായിട്ട് പറയാണ് സ്റ്റുഡന്റ് ബി, അവന് കിട്ടിയിരിക്കുന്നത്, അവന് എടുത്ത മെഷർമെന്റ് 1.94 2.05 ആണ്. 1.94 2.05. ഇവിടെ നമുക്കിവിടെ പറയുകയാണ് 1.94 ഗ്രാമും 2.05 ഗ്രാമുമാണ് ഫോർ 2 മെഷർമെന്റ്സ്. ദീസ് ഒബ്സർവേഷൻസ് ആർ നൈദർ പ്രിസൈസ് നോർ ആക്യുറേറ്റ്. അടുത്തടുത്ത വാല്യൂസും അല്ല, അടുത്തടുത്ത വാല്യൂസ് വരുവാണെങ്കിൽ എന്തായിരുന്നു? പ്രിസൈസ് ആണെന്ന് പറഞ്ഞേനെ. പിന്നെ 2 എന്നുള്ളതാണ് നമ്മുടെ ശരിയായിട്ടുള്ള റിസൾട്ട്, അതുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ പറയാൻ സാധിക്കും രണ്ടാമത്തെ സ്റ്റുഡന്റിന്റെ വാല്യൂസ് നൈദർ പ്രിസൈസ് നോർ ആക്യുറേറ്റ്, നൈദർ പ്രിസൈസ് നോർ ആക്യുറേറ്റ്.
ഇനി മൂന്നാമത്തെ വാല്യൂ ആണ് സ്റ്റുഡൻറ് സി. അവൻ കണ്ടുപിടിച്ചിരിക്കുന്നത് 2.01 1.99 ആണ്. 2.01 1.99 ആകുമ്പോൾ നമുക്ക് പറയാം 2.01 1.99 അടുത്തടുത്ത വാല്യൂസ് മെഷർമെന്റ്സ് അല്ലേ, അതുകൊണ്ട് പ്രിസൈസ് ആണെന്ന് പറയാം. പിന്നെ നമുക്ക് കിട്ടേണ്ടത് എത്രയാണ്? 2 ആണ്. 2 ആകുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ആക്യുറേറ്റും ആണ്. അന്നേരം സ്റ്റുഡൻറ് സി എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്തത് 2.01 ഗ്രാമും 1.99 ഗ്രാമും ആയതുകൊണ്ട് ദീസ് വാല്യൂസ് ആർ ബോത്ത് പ്രിസൈസ് ആൻഡ് ആക്യുറേറ്റ്. ദിസ് ക്യാൻ ബി മോർ ക്ലിയർലി അണ്ടർസ്റ്റുഡ് ഫ്രം ദ ഡേറ്റ. അന്നേരം നിങ്ങൾക്ക് മനസ്സിലായി കാണും 3 സ്റ്റുഡൻസിന്റെ വാല്യൂസിൽ നിന്ന് ഏതാണ് പ്രിസൈസ്, ഏതാണ് ആക്യുറേറ്റ് എന്നുള്ളത് അല്ലേ. അന്നേരം ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ലക്ഷ്യസ്ഥാനത്തിൽ എത്തി കറക്റ്റ് വാല്യൂ ആയിരിക്കണം ആക്യുറസി. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂസ് അത് ഏകദേശം അടുത്തടുത്താണെങ്കിൽ അതിനെയാണ് പ്രിസിഷൻ എന്ന് പറയുന്നത്. അന്നേരം പ്രിസിഷനും ആക്യുറസിയും നമുക്ക് പലതരത്തിൽ നമുക്ക് കമ്പയർ ചെയ്യണം കേട്ടോ. Precision indicates how closely repeated measurements match each other. How closely repeated measurements മെഷർ ചെയ്തിരിക്കുന്ന ആ വാല്യൂസ് എങ്ങനെയാണ് മാച്ച് ചെയ്തിരിക്കുന്നത്. ആക്യുറസി ഇൻഡിക്കേറ്റ്സ് ഹൗ ക്ലോസ്ലി എ മെഷർമെന്റ് മാച്ച് ദ കറക്റ്റ് വാല്യൂ. ഇതാണ് നമുക്ക് 2 എന്നുള്ളതായിരുന്നു, ആ 2 തൊട്ടടുത്തുള്ള ആ വാല്യൂ ആണ്, അല്ലെങ്കിൽ 2 എന്നുള്ളതാണ് ആക്യുറേറ്റ് വാല്യൂ. A result is valid only if it is both accurate and precise. വാലിഡ് ആവുന്നത് 2 കറക്റ്റ് ആയിട്ട് വരണമെങ്കിൽ അതെന്താണ്? ആക്യുറേറ്റും പ്രിസൈസുമായിട്ട് വരും. അടുത്ത ടേമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കേട്ടോ. ബോർഡ് എക്സാമിനൊക്കെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമുക്ക് അതായത് ഒരു സംഖ്യ തന്നിരിക്കുക, അതിനകത്ത് എത്ര പ്രസക്തമായ നമ്പറുകളുണ്ട് എന്നുള്ളതിനെ പറ്റിയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിനകത്ത് എത്ര നമ്പേഴ്സ് പ്രസക്തമാണ്. അന്നേരം ചില റൂൾസ് ഉണ്ട് അതിന്. ആ റൂൾസ് നമ്മളൊന്ന് ആദ്യം ഒന്ന് പഠിക്കാൻ പോവാം. റൂൾസ് ഫോർ ഡിറ്റർമിനിങ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. അതായത് ഒന്നാമത്തെ റൂളാണ് all non-zero digits are significant. 0 അല്ലാത്ത എല്ലാ ഡിജിറ്റ്സും പ്രസക്തമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, 285 എന്നുള്ളൊരു നമ്പർ. ആ നമ്പറിനകത്ത് നമ്മൾ ഒന്നാമത്തെ റൂൾ അനുസരിച്ച് നമുക്ക് പറയാം അവിടെ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് 285-നകത്ത്. ഇതിനകത്തൊന്നും എന്തില്ല? 0 ഇല്ല. എല്ലാം നോൺ സീറോ ഡിജിറ്റ്സ് ആണ്. അന്നേരം ഈ 3 നോൺ സീറോ ഡിജിറ്റ്സും ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത ഒരു സംഖ്യയാണ് 0.25. 0.25 ആണ്. 0.25-നകത്ത് പോയിന്റ് കഴിഞ്ഞ് 25 അല്ലെ, 25. അതുകൊണ്ട് പറയാണ് there are 2 significant figures. 0.25-നകത്ത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്ന് പറയും. 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അന്നേരം ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ. രണ്ടാമത് പറയാണ് സീറോസ് പ്രൊസീഡിംഗ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ്സ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതായത് 0 ഇൻഡിക്കേറ്റ്സ് ദ പൊസിഷൻ ഓഫ് ഡെസിമൽ പോയിന്റ്. 0.03 എന്ന് പറഞ്ഞാൽ അവിടെ ഒറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളെന്ന് പറഞ്ഞു. പോയിന്റ് കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന 0 ഇവിടെ നമ്മൾ കണക്കാക്കുന്നില്ല, സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് കരുതുന്നില്ല. കാരണം എന്താണ്? നമുക്ക് 0.03 നമുക്ക് സയന്റിഫിക് നൊട്ടേഷൻ അനുസരിച്ച് എങ്ങനെ എഴുതാം? 3 × 10⁻². 3 × 10⁻² എന്ന് എഴുതാവുന്നതുകൊണ്ട് നമ്മൾ 0.03 പറയാണ് അവിടെ ഒറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ 0.03 എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതാൻ പഠിക്കണം? 3 × 10⁻² എന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് വരണം. അന്നേരം നമ്മൾ പറയുകയാണ് 3 എന്ന് പറയുന്നത് മാത്രമേ അവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളൂ. അതുകൊണ്ട് അവിടെ 1 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ് 0.03. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 0 പ്രൊസീഡിംഗ് ടു ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതുപോലെ 0.0052
ആ സംഖ്യക്കകത്ത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. എന്തായിരിക്കും കാരണം? ഇത് ഈ 0.0052 പോയിന്റ് കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 സീറോ അവിടെ കിടപ്പുണ്ട്. നമുക്ക് ആ സംഖ്യയെ നമുക്ക് സയന്റിഫിക് നൊട്ടേഷൻ അനുസരിച്ച് എങ്ങനെ എഴുതാം? 5.2 × 10⁻³ 5.2 × 10⁻³. അതായത് പോയിന്റ് കഴിഞ്ഞ് വന്ന ആ 2 സീറോയെ നമ്മൾ പവർ ആയിട്ട് എഴുതുക. അതായത് 5.2 × 10⁻³ എന്ന് എഴുതി. അന്നേരം 10ന്റെ പവർ ആയിട്ട് എഴുതുകൊണ്ട് നമുക്ക് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. 5.2 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് 0.0052 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ. ഓക്കെ. ഇനി മൂന്നാമത്തെ റൂൾ എന്താന്ന് വെച്ചാൽ സീറോസ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. ഇപ്പം ഒരു സംഖ്യയാണ് 2.005. ഇവിടെ നമുക്ക് പറയാം 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. എന്തായിരിക്കും 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ള കാരണം? ഈ സീറോസ് എവിടെയാണ് വരുന്നത്? ഈ സീറോസ് 2 നോൺ സീറോ ഡിജിറ്റ്സിന് ഇടയ്ക്ക് വരുന്ന സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ്. അതുകൊണ്ടാണ് 2.005 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉള്ളത്. ഇനി അടുത്ത റൂളാണ് സീറോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ റൈറ്റ് ഓഫ് എ നമ്പർ ആർ സിഗ്നിഫിക്കൻ്റ്. ഫോർ എക്സാമ്പിൾ, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 0.200 gram ഹാസ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് വരുന്ന സീറോസ് എന്താണ്? അതിവിടെ zeros at the end or right of a number are significant provides they are on the right side of the decimal point. 0.200 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. 0.200 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇനി അങ്ങനെയാണെങ്കിൽ 100 എന്ന് പറയുന്നത് 100 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ടായിരിക്കും? നമ്മൾ പെട്ടെന്ന് ഓർക്കണം, 100 നമുക്ക് എങ്ങനെ എഴുതാമെന്ന്. 1 × 10² എഴുതാം. 1 × 10² എഴുതാവുന്നതുകൊണ്ട് അവിടെ 1 അവിടെ എന്തായിട്ട് വരുന്നുള്ളൂ? ഒറ്റ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് നമ്മൾ കരുതുന്നുള്ളൂ 1. അങ്ങനെയാണെങ്കിൽ 1000 നമുക്ക് എഴുതാം. 1000 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കാണും? അവിടെയും 1 ഉള്ളൂ. എന്താ കാരണം? 1000 നമുക്ക് എന്നാ എഴുതാം? 1 × 10² അല്ലേ? അങ്ങനെയാണെങ്കിൽ 1,00,000 1 × 10⁵. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഇവിടെ എഴുതുകയാണ്. ഇതിനെ 10ന്റെ പവർ ആയിട്ട് എഴുതുന്നതുകൊണ്ട് ഇതിനെ 1 എന്നേ കൊടുക്കുന്നുള്ളൂ. The terminal zeros are not significant if there is no decimal point. അതുപോലെ അങ്ങനെയാണെങ്കിൽ 100.0 സീറോയ്ക്കകത്ത് ടെർമിനൽ സീറോ ഉള്ളൂ പറയുന്നുള്ളൂ. എന്നാൽ 100.0 പറയുകയാണെങ്കിൽ അവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്. 4 ഓർത്തിരിക്കുക. Such numbers are better represented in scientific notation. അടുത്ത അന്നേരം counting number of objects, for example 2 balls or 20x have infinite significant figures. നമുക്ക് 2വിന് നമുക്ക് 2.000 അത് ഇൻഫിനിറ്റ് ആണ് വരുന്നത് കേട്ടോ. കൗണ്ടിങ് നമ്പേഴ്സ് ഓഫ് ഒബ്ജക്ട് 2 balls or 20x have infinite significant figures. നമ്മളിപ്പം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പ്രസക്തമായ നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ നമുക്കതൊന്ന് ടോട്ടലായിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ പഠിച്ച റൂൾസ്: ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓൾ സീറോ ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. All zeros to the right of non-zero digit but to the left on understand decimal point are not significant. All zero to the right of a non-zero digit but to the left of a decimal point are significant. All zeros to the right of decimal point are significant. All zeros to the right of decimal point but to the left of non-zero digit are not significant. The number of significant figures does not depends on the system of units. നമുക്കിത് വെച്ച് കുറച്ച് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കാം. ഈ റൂൾ അന്നേരം പഠിക്കണം. റൂള് പഠിക്കണം. നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം. 0.0631. 0.0631. ഇതിനകത്ത് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണെന്ന് പറയും. എന്തായിരിക്കും കാരണം? നമുക്കത് എഴുതാം. എന്താ എഴുതാവുന്നത്? 6.31 × 10⁻² അല്ലേ? 6.31 × 10⁻². എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതാവുന്നത് കൊണ്ടാണ് 6.31 ഉള്ളൂ. അവിടെ എന്തുള്ളൂ? 3 സിഗ്നിഫിക്കൻറ്റ് കരുതുന്നുള്ളൂ. 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്.
അതുപോലെ അടുത്താണ് 56700. അത് നമുക്ക് അവിടെ ആ സംഖ്യക്കകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. എന്താണ് കാരണം? നമുക്കതിനെ എങ്ങനെ എഴുതാം? 5.67 × 10⁴ അല്ലേ? അതുകൊണ്ട് അവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? 5.67 ആണ്. അന്നേരം അതുകൊണ്ടാണ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഇനി 0.00123 എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗറേ ഉള്ളൂ? 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുന്ന കാര്യം ഓർക്കുക. അടുത്തത് 30.00 എന്തായിരിക്കും അർത്ഥം? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. പോയിന്റ് കഴിഞ്ഞ് വരുന്നത് നമ്മൾ ഇതാന്ന് പറഞ്ഞു അല്ലേ? സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആയിട്ട് എഴുതാം. അടുത്താണ് 6.320. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? 6.320 നമ്മൾ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ്. അടുത്തതാണ് 600,900. എത്ര എണ്ണം ഉണ്ട് അവിടെ? 4 ആണുള്ളത്. 4 നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ എഴുതുമ്പോൾ അത് 4 ആണ് വന്നിരിക്കുന്നത്. അടുത്താണ് എല്ലാം നോൺ സീറോ ഇതാണ് വന്നിരിക്കുന്നത്. ഡിജിറ്റ്സ് 346.56. അതിനകത്ത് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്. അതുപോലെ അടുത്ത സംഖ്യയാണ് 5212.0. അന്നേരം അവിടെ പോയിന്റ് കഴിഞ്ഞ് 0 വന്നുകൊണ്ട് അതിനെയും എന്താക്കുന്നു? സിഗ്നിഫിക്കൻറ്റ് ഫിഗറിലോട്ട് കൂട്ടുന്നു. അതുകൊണ്ട് 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് അവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ പഠിച്ച ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി ആണ്. കുറച്ച് മെഷർമെന്റ്സും അതുപോലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സും അതുപോലെ ആക്യുറസി ആൻഡ് പ്രിസിഷനും ഒക്കെയാണ് പഠിച്ചത് അല്ലേ? എന്നിട്ട് നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിച്ച് അത് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്നതിന് താങ്ക്സ്. ഹാവ് എ നൈസ് ഡേ.